ഇന്നത്തെ വീഡിയോയിലൂടെ എനിക്ക് പറയാനുള്ളത് S25 Ultraയെ കുറിച്ചാണ്. അതിന് താഴെയുള്ള രണ്ട് ഫോണുകളുണ്ട്, അത് നമുക്ക് പിന്നെ വേറൊരു വീഡിയോയിൽ സംസാരിക്കാം. അപ്പോൾ ഈ ഒരു അൾട്രയിൽ വരുന്ന മാറ്റങ്ങൾ എന്ന് പറയുന്ന കാര്യമായിട്ട് വലിയ മാറ്റമൊന്നുമില്ല. ഇന്നോവേഷൻ വേണമെന്ന് ആഗ്രഹിക്കുന്നതിൽ നമുക്ക് തെറ്റൊന്നുമില്ല, പക്ഷേ ഇന്നോവേഷൻ തരാനും ബുദ്ധിമുട്ടാണ് ശരിക്കും പറഞ്ഞാൽ. കാരണം ഇപ്പോൾ ആപ്പിളും അതേ ഒരു ഗതിയിൽ തന്നെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്, സാംസങ്ങും അതേ ഒരു ഗതിയിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ അവർക്ക് ഇന്നോവേഷൻ തരാൻ അധികമൊന്നും ഇല്ലാനും മൊത്തത്തിൽ പറഞ്ഞിട്ട് കാര്യമില്ല. എന്താ അധികമൊന്നും തരാനും ഇല്ല, ഉണ്ടെങ്കിൽ തന്നെ അവർ തരുന്നുമില്ല. ഇനി ഉള്ളതൊക്കെ എടുത്ത് ഒഴിവാക്കുകയാണ്. ഫസ്റ്റ് തന്നെ പറയാം, എസ് പെന്നിൻ്റെ ബ്ലൂടൂത്ത് ഫംഗ്ഷനാലിറ്റി ഒഴിവാക്കി. S24 Ultrയിൽ ഉണ്ടായിരുന്നത് S25 Ultrയിലേക്ക് ഒഴിവാക്കി. അവരുടെ എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത് അത് അധികം ആരും ഉപയോഗിക്കുന്നില്ലായിരുന്നു എന്നുള്ളതാണ്. അത് എവിടുത്തെ എക്സ്പ്ലനേഷനാണെന്ന് എനിക്കറിയില്ല. കാരണം ഒരു അൾട്ര എന്നുള്ള ഫോൺ ഇറക്കുന്ന സമയത്ത് അതിൻ്റെ ഫീച്ചേഴ്സും അൾട്ര ആയിരിക്കണമല്ലോ. അങ്ങനെ ആകുമ്പോൾ അതിന് മാക്സിമം ഫീച്ചേഴ്സ് ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ലക്ഷ്യം. അപ്പം ആൾക്കാരത് വളരെ കുറഞ്ഞ പെർസെൻറ്റേജ് ആൾക്കാരെ ഉപയോഗിക്കുന്നുണ്ടാവുള്ളൂ എന്നും കരുതി അവരുടെ ഡാറ്റ വെച്ച് അവർ വളരെ കുറച്ച് പെർസെൻറ്റേജ് ഉപയോഗിക്കുന്നുണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞ് കോസ്റ്റ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്ലൂടൂത്ത് ഫംഗ്ഷനാലിറ്റി എടുത്ത് ഒഴിവാക്കുന്നത് ഭയങ്കര മോശമാണ്. അങ്ങനെയാണ് അവർ ഇക്കൊല്ലൊരു മോഡ് കൊണ്ടുവന്നിട്ടുണ്ട്, ലോഗ് മോഡ് എന്നുണ്ട് ക്യാമറേൻ്റെ അകത്ത്. ഈ ലോഗ് മോഡിലുള്ള നമുക്ക് ചെയ്യാന്ന് പറയുന്നത് വളരെ കളർ ഗ്രേഡിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലാത്ത റോ ഫൂട്ടേജ് എടുത്തിട്ട് പിന്നെ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിലേക്കൊക്കെ ഇട്ടിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. ലോഗ് മോഡ് നല്ലൊരു ഫീച്ചറാണ്, പക്ഷേ ഇത് വളരെ കുറഞ്ഞ ആൾക്കാർ ഉപയോഗിക്കാൻ എന്തായാലും പോകുന്നുള്ളൂ. അപ്പോൾ അവരെടുത്ത് ഒഴിവാക്കുമോ? വളരെ കുറച്ച് പേരെ, കണ്ടൻറ് ക്രിയേറ്റേഴ്സ് ആയിട്ടുള്ള കുറച്ച് പേരെ ഞങ്ങളുടെ ഫോൺ ഇങ്ങനെ ഉപയോഗിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞ് ലോഗ് മോഡ് എടുത്ത് ഒഴിവാക്കുമോ? ശരിയാണ്, ഒന്ന് ഹാർഡ്വെയർ കമ്പോണൻ്റ് ആണ്, ഒന്ന് സോഫ്റ്റ്വെയർ ആണ്. എന്ത് പറഞ്ഞാലും ഏകദേശം 1.3 lakhs സ്റ്റാർട്ടിങ് പ്രൈസ്. ഇനി ആ ഒരു ഡിസൈൻ ചേഞ്ച് എന്ന് പറയാനുള്ളത് 14 gram ലൈറ്റർ ആക്കിയിട്ടുണ്ട്. അതല്ലാതെ പിന്നെ ക്യാമറ മൊഡ്യൂളിൻ്റെ റിങ്സ് കുറച്ച് വലുതാക്കിയിട്ടുണ്ട്. പിന്നെ കോണേഴ്സ് റിജിഡ് ആയിട്ടുള്ള സ്ക്വയറി കോണേഴ്സിന് പകരം കുറച്ചൊന്ന് ആ ഒരു സോഫ്റ്റ് ആക്കിയിട്ടുണ്ട്. എന്നല്ലാതെ ഡിസൈനിൽ യാതൊരു മാറ്റവും ഇല്ല. പിന്നെ കളർ വേരിയൻസിനെ കുറിച്ച് നമ്മൾ പിന്നെ സംസാരിക്കേണ്ട ആവശ്യമില്ല, ഏതൊക്കെയോ ഉണ്ടാവും. പിന്നെ മെയിൻലി ക്യാമറയാണ്. സ്പെക്ക് ഞാൻ ജസ്റ്റ് ഇവിടെ എഴുതി കൊടുത്തേക്കാം. 3x ഉണ്ട്, 5x ഉണ്ട് ഒപ്റ്റിക്കൽ സൂം കാര്യങ്ങളൊക്കെ. പിന്നെ 100x സൂം എന്തായാലും ഉണ്ടാവും, നിങ്ങൾക്ക് അറിയാവുന്നതാണ്. കൂടുതൽ അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. കാരണം ക്യാമറ അടിപൊളിയായിരിക്കും, യാതൊരു സംശയമില്ല, അടിപൊളിയായിരിക്കും. കഴിഞ്ഞ കൊല്ലത്തെ നിന്ന് വലിയ വ്യത്യാസമൊന്നും ഇക്കൊല്ലത്തെ ഫോണിലേക്ക് ഇല്ല. പ്രൈസ് 1.3 lakhs ആണ്. സോ കഴിഞ്ഞ കൊല്ലത്ത് തന്നെ എടുക്കാൻ നോക്കുക. 7+7 yearsൻ്റെ അപ്ഡേറ്റ് വരുന്നുണ്ട്. ആൻഡ്രോയിഡ് 15 ഔട്ട് ഓഫ് ദ ബോക്സ്, അതിൻ്റെ 1UI വരുന്നുണ്ട്. 1UIൻ്റെ ഫ്ലൂയിഡ് ആനിമേഷനും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. സംഭവം ഫോൺ അടിപൊളിയാണ്. 5000 mAhൻ്റെ ബാറ്ററി വഴി കൊടുത്തിട്ടുള്ളൂ. സിലിക്കോൺ കാർബൺ ബേസ്ഡ് ടെക്നോളജി ഉപയോഗിച്ചിട്ടില്ല. അടുത്ത കൊല്ലത്തേക്ക് മാറ്റി വെച്ചായിരിക്കും, കാരണം ഇന്നോവേഷൻസ് കുറവാണല്ലോ. 45 watts ചാർജിങ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. കുറച്ചും കൂടി ഫാസ്റ്റ് ചാർജിങ് ചിലപ്പോൾ അടുത്ത കൊല്ലം തരുമായിരിക്കും. പിന്നെ Qi2 സപ്പോർട്ട് വരുന്നുണ്ട് വയർലെസ് ചാർജിങ്ങിൽ. അതെന്തോ മാഗ്നറ്റിക് ബേസ്ഡ് ആയിട്ടുള്ള ചാർജിങ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. 15 watts വയർലെസ് ചാർജിങ്ങിൻ്റെ സപ്പോർട്ടും വരുന്നുണ്ട്. പിന്നെന്താ, ബെസൽസ് ഒന്ന് കുറച്ച് ചെറുതാക്കിയിട്ടുണ്ട്. 6.8 inches ഉണ്ടായിരുന്നത് 6.9 inches ആയി. മാത്രമല്ല ഡിസ്പ്ലേൻ്റെ സ്പെക്ക് വളരെ സെയിം ആണ്. ഡൈനാമിക് AMOLED 2x, 120 Hz വേരിയബിൾ റിഫ്രഷ് റേറ്റ്, LTPO പാനലാണ്. 2000 something nitsൻ്റെ പീക്ക് ബ്രൈറ്റ്നസ്. സംഭവം ഗംഭീരമായിരിക്കും. ഡിസ്പ്ലേ സാംസങ് ആണ്, കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. പിന്നെ സ്പീക്കേഴ്സ് ഉണ്ട്, LCD സ്പീക്കേഴ്സും ഗംഭീരമായിരിക്കും. എന്നിങ്ങനെ അല്ലാതെ പിന്നെ ഒരു 8 Lite ആണുള്ളത്. ആ 8 Lite ഫോർ ഗാലക്സി ആണ് അവർ വെച്ചിരിക്കുന്നത്. ഫോർ ഗാലക്സി എന്നുള്ളതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് കുറച്ച് ഓവർ ക്ലോക്ക്ഡ് ആണ്, CPUയും GPUയും. സോ അതിൻ്റേതായ പെർഫോമൻസ് അത് തരും. കുറച്ച് ഹീറ്റിംഗ് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ആൻഡ് അത് വലിയ കുഴപ്പമൊന്നുമില്ലാതെ ഹീറ്റിംഗ് ആണെന്നാണ്. ഒരു വേപ്പർ ചാമ്പർ കൂളിംഗ് സിസ്റ്റം ഒക്കെ കൊടുത്തിട്ടുണ്ട്. സോ അതിന് രീതിയിലുള്ള ഹീറ്റിംഗ് മാനേജ്മെൻറ്റും കാര്യങ്ങളും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. ബാക്കി പെർഫോമൻസ് നോക്കുന്ന സമയത്ത് ബാറ്ററി ലൈഫൊക്കെ വളരെ ആവറേജ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം പലരും പറയുന്നുണ്ട് 7 to 8 hours, അത് മാക്സിമം ആയിരിക്കും. അത്രയും ടെസ്റ്റ് ചെയ്യുന്നതായിരിക്കും 7 to 8 hours. അല്ലാതെ സാംസങ് അത്രയും തരാൻ വഴിയില്ല. ഇനി അല്ലാതെ തന്നെ പലവരും പറയുന്നുണ്ട് 5 to 6 hours ആണ് കിട്ടുന്നത്. 5G യൂസേജിൽ കുറയുന്നുണ്ട്. സോ ഒരു ആവറേജ് ബാറ്ററി ലൈഫ് പ്രതീക്ഷിച്ചാൽ മതി. കാര്യമായിട്ട് കൂട്ടി എന്ന് പറയുന്നത് AI ഫീച്ചേഴ്സാണ്. AI ഫീച്ചേഴ്സിൽ ഓഡിയോ ഇറേസർ വരുന്നുണ്ട്. അതായത് നമ്മളിപ്പോൾ ഞാനിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ബാക്കിൽ എന്തെങ്കിലും നോയ്സ് ഉണ്ടെങ്കിൽ അതൊക്കെ AI വഴി കട്ട് ചെയ്യാൻ പറ്റും. പിന്നെ നൗ ബ്രീഫ് എന്നൊരു ഫീച്ചറുണ്ട്. ഡേ അറ്റ് എ ഗ്ലാൻസ് വെതറും കാര്യങ്ങളൊക്കെ വെച്ചാൽ അതൊരു വെറൊരു ആപ്പ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. ഒരു AI ഫീലൊന്നും അതിന് കിട്ടുന്നില്ല. പിന്നെ ഒരു നൗബാർ ഉണ്ട്. നൗബാർ എന്ന് പറഞ്ഞാൽ ആ ഡൈനാമിക് ഐലൻഡിനെ ഇൻസ്പയർ ആയിട്ട് കുറച്ചുകൂടി ഒന്ന് വൃത്തിക്ക് കൊണ്ടുവന്നു. അത് നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നി. ലോക്ക് സ്ക്രീനിൻ്റെ അകത്ത് നമ്മൾ പാട്ട് പാടുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കാൻ പറ്റും. ജസ്റ്റ് ആ ഒരു സംഭവം. പിന്നെ സ്മാർട്ട് സെർച്ച് ഉണ്ട്. അതായത്
ഫോട്ടോനെ എക്സ്പ്ലിസിറ്റ്ലി നാച്ചുറൽ ലാംഗ്വേജിൽ പറഞ്ഞു കൊടുത്താൽ, അപ്പോൾ ഞാനൊരു മൈക്ക് പിടിച്ചിരിക്കുന്ന ഏതെങ്കിലും ഫോട്ടോ ഉണ്ടെങ്കിൽ ഐ എം ഹോൾഡിങ് ദ മൈക്ക് എന്നൊക്കെ അടിച്ചു കൊടുത്താൽ ഞാൻ മൈക്ക് പിടിച്ചിരിക്കുന്ന ആ ഫോട്ടോ കിട്ടും. പിന്നെ സെറ്റിങ്സിൻ്റെ അകത്ത് സെറ്റിങ്സ് സെർച്ച് ചെയ്യാൻ പറ്റും നാച്ചുറൽ ലാംഗ്വേജിൽ. എനിക്ക് കണ്ണ് ഇറിറ്റേഷൻ അടിക്കുന്നുണ്ടെന്ന് സെർച്ച് ചെയ്താൽ എന്താ ഐ പ്രൊട്ടക്ഷനുള്ള ആ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ സെറ്റിങ്സിൽ കിട്ടും. സംഭവം അങ്ങനെയുള്ളതൊക്കെ വരുന്നുണ്ട്. പിന്നെ AI സെലക്ട് സൈഡ് ബാർന്ന് വലിച്ചിട്ട് AI സെലക്ട് കൊടുത്താൽ ടെക്സ്റ്റൊക്കെ സെലക്ട് ചെയ്തിട്ട് അതിനനുസരിച്ച് ബ്രീഫ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ അങ്ങനെ AI കുറച്ചുകൂടി കൂട്ടിക്കൂട്ടി വരുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞു S Penൻ്റെ ഫങ്ഷനാലിറ്റി കുറച്ചിട്ടുണ്ട്. പിന്നെ S Pen ഉപയോഗിച്ചിട്ട് ജനറേറ്റീവ് പരിപാടിയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. സർക്കിൾ ടു സെർച്ച്, AI ഇറേസർ, എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അങ്ങനെ S Penൽ ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്. നിങ്ങൾക്ക് S24 Ultra'യുടെ ബ്ലൂടൂത്ത് ഫംഗ്ഷനാലിറ്റി ഉള്ള പെണ്ണ് നിങ്ങൾക്ക് S25 Ultra'യുടെ കൂടെ ഉപയോഗിക്കാമെന്ന് എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അത് സംഭവിക്കില്ല. അതിനുള്ള സ്ലോട്ട് ഏകദേശം മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് പഴയ S24 Ultra'യുടെ ബ്ലൂടൂത്ത് ഫംഗ്ഷനാലിറ്റി ഉള്ള ആ ഒരു സാധനം ഇതിൽ ഉപയോഗിക്കാം എന്നുള്ള ചിന്തയൊന്നും വേണ്ട. അപ്പോൾ അങ്ങനെയാണ് ആ കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ LPDDR5X, UFS 4.0 കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. Wi-Fi 7, ബ്ലൂടൂത്ത് വേർഷൻ 5.4, NFC, 5G, 4G ഒക്കെ കാര്യം. അൾട്രാസോണിക് ഫിംഗർ പ്രിൻറ്റ് സ്കാനറും ഫേസ് അൺലോക്കും, USB 3.2 Gen 1 ആണ് Type-C പോർട്ട്. പിന്നെ IP68 കൊടുത്തിട്ടുള്ളൂ. അത് 69 ആക്കാമായിരുന്നു. അടുത്ത കൊല്ലത്തേക്ക് റിസർവ് ചെയ്ത് വെച്ചതായിരിക്കും. അടുത്ത കൊല്ലവും വേണ്ട എന്തെങ്കിലുമൊക്കെ ഇന്നോവേഷൻ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. 1.3 lakhsന് ഇത് എടുക്കണോ വേണ്ടയോ എന്നുള്ളത് എൻ്റെ തീരുമാനമല്ല, നിങ്ങളുടെ തീരുമാനമാണ്. എടുത്ത അടിപൊളിയായിരിക്കും, ഒരു സംശയമില്ല. പക്ഷേ ആദ്യമായിട്ട് എടുക്കാൻ പോകുന്നവർക്ക് എടുക്കാം. ഈ S20 ആ സീരീസെ ആദ്യമായിട്ട് എടുക്കാൻ പോകുന്നവർക്ക് ഗംഭീരമായിരിക്കും. പക്ഷേ കഴിഞ്ഞ മുന്നത്തെ കൊല്ലം എടുത്തവർ ഇത് പോയിട്ട് എടുക്കാൻ നിൽക്കരുത്. അപ്ഗ്രേഡ് എന്നുള്ളൊരു സംഭവം ഇതിനില്ല. സോ S23 Ultra ഉള്ളവരും S24 Ultra ഉള്ളവരും ഇത് എടുക്കാൻ നിൽക്കണ്ട. S22 Ultra ഉള്ളവർ എടുക്കണമെന്ന് ഞാൻ പറയുന്നില്ല. ഇപ്പോൾ S23 Ultra ഉള്ളവരൊക്കെ ഒരു 2-3 കൊല്ലമൊക്കെ വെയിറ്റ് ചെയ്തു. കാരണം അതേ ഉള്ളൂ എന്താ ആ ഒരു ഇന്നോവേഷൻ എന്നൊക്കെ പറയാൻ എന്നാണ് എനിക്ക് പറയാനുള്ളത്. സോ വീഡിയോ അവസാനം വരെ കണ്ടതിന് നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്. കൂടുതൽ വീഡിയോസിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ട് സൈഡിലുള്ള ബെല്ലേക്ക് നമ്മുടെ ഓഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമൊക്കെ ഒന്ന് പോയി ഫോളോ ചെയ്യാൻ മറക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അടുത്തൊരു നല്ല വീഡിയോയിൽ കാണാം. എല്ലാവർക്കും സ്റ്റേ സേഫ്. ബൈ.